അല്ല, അതൊരു അങ്ങനെ വിവാദമാക്കേണ്ടതുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. കാര്യം പരിശീലനം എന്ന് പറയുന്നത് ഒരു മോശം കാര്യമൊന്നുമല്ല. ഇപ്പം ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും ആ മേഖലയിൽ ഒരു പരിശീലനം കിട്ടുന്നത് നല്ലതാണ്. പരിശീലനം എന്ന് പറയുമ്പോൾ അറിവ് നേടലാണ്. ഇപ്പം ഞാനൊക്കെ നാടകത്തിൽ അഭിനയിക്കാൻ അല്ലെങ്കിൽ നാടകത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയി പരിശീലനം നേടിയ ഒരാളാണ്. ഞാനൊന്നും അങ്ങനെ ഇപ്പോൾ ഡ്രാമ സ്കൂളിൽ പോയി പഠിച്ചത് കൊണ്ടൊരു വലിയ നടനായെന്ന് ചോദിച്ചാൽ അതൊന്നും ഞാൻ പറയില്ല. ഞാനങ്ങനെ പഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ പ്രതിഭ ഏറ്റവും പ്രധാനമാണ്. ഇപ്പോൾ ഒരു സിനിമ ചെയ്യുന്ന ഒരാൾക്ക് പ്രതിഭ ഏറ്റവും പ്രധാനമാണ്. ഒപ്പം ഒരു പരിശീലനം കൂടി ലഭിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ പൂനാ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലോ പോയി പഠിക്കണമെന്നൊന്നുമില്ല. ഏതെങ്കിലും മികച്ച സംവിധായകരോടൊപ്പം സാങ്കേതിക വിദഗ്ധരോടൊപ്പം ഒക്കെ പ്രവർത്തിച്ചുള്ള പരിചയം അത് തീർച്ചയായിട്ടും ഉള്ളത് നല്ലതാണ്. അത്തരം ഒരു പരിചയം എല്ലാ മേഖലയും, ഇപ്പോൾ ഒരു ഉപകരണം പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഞാൻ നേരത്തെ പ്രസംഗിച്ചതാണ്, ആ ഉപകരണത്തിൻ്റെ എല്ലാ ശക്തിയും ദൗർബല്യങ്ങളും എല്ലാ വ്യാപ്തിയും പരിമിതിയും അതിൻ്റെ എല്ലാ സാധ്യതകളും അതിൻ്റെ എല്ലാ സവിശേഷതകളും നന്നായി അറിയുമെങ്കിൽ മാത്രമാണ് ആ ഉപകരണം നന്നായി പ്രവർത്തിപ്പിക്കാൻ പറ്റുക. എന്ന് പറയുന്ന പോലെ സിനിമ എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു മാധ്യമം ഇപ്പോൾ ഇന്നലെയുള്ള സിനിമയല്ല നാളെ വ്യത്യസ്തമാണ്. കാര്യം ഇന്നിപ്പോൾ എക്സ്റ്റൻഡഡ് റിയാലിറ്റിയും വിർച്വൽ റിയാലിറ്റിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ ഈ സിനിമാ മേഖലയിൽ, സിനിമ എന്ന് പറയുന്ന വെറും കല മാത്രമല്ലല്ലോ, അതൊരു സാങ്കേതികതയുടെ കൂടിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു ജ്ഞാനമുണ്ടാവുക എന്നുള്ളത് അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. അതല്ല, എല്ലാവർക്കും, അവിടെ സ്ത്രീയായാലും പുരുഷനായാലും അതൊരു ഒരു അവർണനായാലും സവർണനായാലും പിന്നോക്കക്കാരനായാലും മുന്നോക്കക്കാരനായാലും ഇനിയിപ്പോൾ ദളിതനായാലും ഉന്നത കുലജാതനായാലും ഒക്കെ ആർക്കായിരുന്നാലും ശരി, സിനിമ ചെയ്യുമ്പോൾ അവിടെ സിനിമയാണ് പ്രധാനം. അതിന് ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നുമില്ല. അത് സിനിമയാണ്, അതൊരു സാംസ്കാരിക നിർമ്മിതിയാണ്, അത് ഈ സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ അത് ചെയ്യുന്നവർക്ക് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ, വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകണം എന്ന് പറയുന്നതിൽ യാതൊരു അപകടമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ഒരു പരിശീലനം നേടുക എന്ന് പറയുന്ന ഒരു മോശം കാര്യമൊന്നുമില്ല. അതുമല്ല, എന്താണ് നല്ല സിനിമകൾ നമ്മൾ നിരന്തരം കാണുക എന്ന് പറയുന്നത് ഒരു പുതിയ സിനിമാ സംസ്കാരം നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ ആ കാണുന്നതും ഒരർത്ഥത്തിൽ ഒരു പരിശീലനമാണ്. ലോക സിനിമ നമ്മൾ ക്ലാസിക്കുകളെ കാണുന്നു, ആ സിനിമയുടെ ഭാഷ നമ്മൾ അറിയുന്നു, ആ സിനിമയുടെ ഗ്രാമർ വ്യാകരണം നമ്മൾ പഠിക്കുന്നു. ഇതൊക്കെ ആ കാഴ്ചയുടെ ഒരു നിരന്തരമായ ശീലത്തിലൂടെ നല്ല സിനിമ ആസ്വദിക്കാനുള്ള ആസ്വാദനത്തിന് പോലും ഒരു പരിശീലനം കിട്ടുകയാണ്. അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ സിനിമാ പ്രവർത്തനങ്ങൾ നമ്മൾ കാലാകാലങ്ങളായിട്ട് ഫിലിം സൊസൈറ്റികളൊക്കെ നടത്തിയിരുന്നത് അതൊക്കെ ഒരു ചലച്ചിത്ര വിദ്യാഭ്യാസമാണ്. അപ്പോൾ ഇതൊരു നമ്മുടെ കേരളം തന്നെ രൂപപ്പെട്ടത് എത്രയോ മഹാഗുരുനാഥന്മാർ പകർന്നു നൽകിയ വെളിച്ചമല്ലേ. അവരുടെ ഒരു ദർശനങ്ങളും ചിന്തകളും അവർ നൽകിയ വെളിച്ചവും അതാണല്ലോ കേരളം രൂപപ്പെടുത്തിയത്. ഈ അറിവ് നേടലെന്ന് പറയുന്നത് ഇപ്പോൾ ഔപചാരികമായി ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കുക എന്നുള്ളതല്ല. പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്നത് ഒരു പരിശീലനമാണ്. ഇപ്പോൾ ഒരു നടൻ അഭിനയിക്കുന്നതിന് മുമ്പ് ആ കഥാപാത്രത്തിൻ്റെ സംഭാഷണങ്ങൾ ഉരുവിട്ട് പഠിക്കുന്നത് പരിശീലനമാണ്. അയാളൊരു കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് അതിനെക്കുറിച്ച് അഭിനയിച്ച് നോക്കുന്നത് പരിശീലനമാണ്. ഒരു നാടകം അഭിനയിക്കുമ്പോൾ വൈകുന്നേരം ഒരു നാടകം അഭിനയിക്കുന്ന ഒരാൾക്ക് ഉച്ചയ്ക്ക് പോയിട്ട് ചെന്നിട്ട് നാടകം അഭിനയിക്കാൻ പറ്റുമോ? അതിന് നിരന്തരമായി കുറച്ച് ദിവസത്തെ റിഹേഴ്സലുകൾ ഉണ്ടാകണം, അപ്പോൾ ഈ പരിശീലനം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തെറ്റായ കാര്യമല്ല. പക്ഷെ അതിന് മറ്റൊരു തരത്തിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗം മാത്രം പരിശീലനം നേടണം എന്നൊക്കെ പറയുന്നത് നമുക്ക് അംഗീകരിക്കാനാവില്ല. അപ്പോൾ ഇത് പരിശീലനം എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് തീർച്ചയായും ഏത് മേഖലയിലുമുള്ള ആൾക്ക് ആ ചെയ്യുന്ന തൊഴിലിനെക്കുറിച്ചുള്ളൊരു പരിശീലനം, അതൊരു ധാരണ, വ്യക്തമായ ബോധ്യം അതുണ്ടാകണം. ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ ഞാനതോട് പറഞ്ഞു, ഈ വനിതകൾ നമ്മുടെ സാങ്കേതിക മേഖലയിൽ വളരെ കുറവാണ് എന്നുള്ള ആ പരിമിതി മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മേഖലയിൽ സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള കുറേ വനിതാ പ്രതിഭകളായിട്ടുള്ളത് അവരെ നമ്മൾ കണ്ടെത്തുകയും അവർക്ക് പരിശീലനം നൽകുകയും ചെയ്തു. അതിപ്പോൾ അവർ 2 ഘട്ടത്തിലായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഒന്നുണ്ട്, ഈ പരിശീലനം കൊണ്ട് മാത്രം ഒരാൾ ഒരു മികച്ച ഒരു കലാസൃഷ്ടി ഒരുക്കും എന്നൊന്നും ഞാൻ പറയുന്നു. അവിടെ പ്രതിഭ തന്നെയാണ് ഏറ്റവും പ്രധാനം. പക്ഷേ പ്രതിഭയുള്ള ഒരാൾക്ക് പരിശീലനം കൂടി കിട്ടിയാൽ തീർച്ചയായും ചിലപ്പോൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റിയിരിക്കും. അതുകൊണ്ട് അതിനെ നമ്മൾ വില കുറച്ച് കാണേണ്ടതില്ല. അതാണ് ഞാൻ പറഞ്ഞത്.